Yes, well, welcome to yet another live session from Tiju's Academy. This is a live session for our speaking. And as usual, I'm here to discuss about this role play card, a topic particularly for speaking. Yes, so I welcome you all to this speaking live session airing from our Mavedikara branch of Tiju's Academy. Welcome you all to this live session. So as usual, നമ്മൾ എന്നും ഡിസ്കഷൻ പോണ പോലെ തന്നെ ഞാൻ ഇന്നും ഒരു ടോപ്പിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. That is, a particular context and also the setting given here is ഒരു ചെറിയ ഹിൻറ്റ് പോലെ പറഞ്ഞിരിക്കുന്നത്. The setting given here is a pre-operative ward. അതാണ് നമുക്കൊരു ഹിൻറ്റ് തന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത സ്ലൈഡ്സിൽ നോക്കാം. So I'll wait for a couple of minutes so that the rest of the people can join. And soon after that, we'll start our session. Okay? Once again, a very warm good morning to one and all. I hope you people are doing good and also you're practicing with your speaking part regularly. എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമ്മുടെ യൂഷ്വൽ ലൈവ് സെഷനിൽ നിങ്ങൾക്കത് എന്നെ അറിയിക്കാം. ഐ വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് യു വിത്ത് ദ സെയിം. ഓക്കെ. ഹായ് ജിസ, ഗുഡ് മോർണിംഗ് ജിസ. ഹലോ അമല, ഗുഡ് മോർണിംഗ്. ഹായ് കാതറിൻ, ഗുഡ് മോർണിംഗ്. ഹലോ എവറിബഡി, ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. യെസ്, സോ ഇന്ന് നമ്മുടെ കുറച്ച് കാൻഡിഡേറ്റ്സ് എക്സാമിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അല്ലേ. സോ ലെറ്റ്സ് പ്രേ ഫോർ ദം. നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. Okay, so I guess everyone is ready. So can we just move on with our session? So just like I mentioned, we are going to have a role play card discussion and here the setting given here is a pre-operative ward. അപ്പോൾ എന്താണ് ബാക്കി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. So the setting is a pre-operative ward and just like in the scenario, it's been mentioned that you are the nurse in a surgery ward of a busy hospital. A 42-year-old patient is about to be admitted and you are taking details before surgery. The patient is to have general anaesthetic and will require intubation. Therefore, he or she has been asked to fast from midnight. Patients are asked to remove nail polish. No makeup or jewellery is permitted. Okay. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു ഇതെന്ത് കൈൻഡ് ഓഫ് കേസ് ആവാനാണ് ചാൻസസ് എന്നുള്ളത്. സോ സെറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? It's a pre-operative ward, right? And in the scenario also, we got an idea that you are a nurse in a surgery ward of a very busy hospital and our patient is a 42-year-old person who is to be admitted എന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റഡ് എന്നുള്ള വേർഡ് മാത്രം ഫോക്കസ് ചെയ്യരുത്. അതിൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ടു ബി ഈസ് ഓൾസോ സംതിങ് ഇമ്പോർട്ടൻറ്റ്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ടു ബി അഡ്മിറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. And you are taking details before surgery. The patient is to have a general anesthetic, intubation വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. And fast from midnight എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൂടി നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. So general anesthetic, require intubation and also fast from midnight. ഇതൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ആണ്. And also the patients are asked to remove nail polish, no makeup or jewellery is permitted at the same time. അപ്പോൾ ഇവിടുന്ന് ടു ബി അഡ്മിറ്റഡ് എന്ന് കാണുമ്പം ഇൻ കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? കം ടു ദ ഫസ്റ്റ് ടാസ്ക്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നമ്മളൊരു കേസ് ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ സെറ്റിംഗ്, സിനാരിയോ ആൻഡ് ടാസ്ക് നമ്പർ 1 ആയിരിക്കണം. ഈ 3 എലമെൻറ്റ്സ് ആണ് നമ്മളെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ കേസ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സെറ്റിംഗ് സിനാരിയോ വായിച്ചപ്പോൾ അഡ്മിറ്റഡ് എന്നുള്ളൊരു വേർഡ് ഉണ്ട്. പക്ഷേ അഡ്മിറ്റഡ് എന്നുള്ള വേർഡ് മാത്രം ഉള്ളത് കൊണ്ടായില്ല. വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ 2 വേർഡിങ്സ് ഗിവൻ ബിഫോർ. ടു ബി അഡ്മിറ്റഡ് എന്ന് പറയുമ്പോൾ അഡ്മിറ്റ് ആവാൻ പോകുന്നു എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ കം ടു ദ ഫസ്റ്റ് ടാസ്ക്. കൺഫേം ദ റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ്. യെസ്, സോ കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് എന്ത് കൈൻഡ് ഓഫ് കേസാണ്? കുഡ് യു പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇസ് ദിസ്? നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയോ? കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് കേസ് ആവാനാണ് ചാൻസ്? ഹാവ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദാറ്റ്? Could you please comment down what do you get from this particular setting scenario and coming to the first task? എന്ത് മനസ്സിലായി? ഇത് എന്ത് കേസാണ്? Any suggestions from your side so that after looking into your suggestions I'll be able to move on with my explanation. Could you please comment down?
Okay, hi Sunny. So Sunny has commented down it's an unknown to known case. Okay, yes, fine. Unknown to known എന്ന് പറഞ്ഞിട്ടുണ്ട്. Jissa also is saying that this is an unknown to known case. Okay, any other opinion on this particular context? വേറെ എന്തെങ്കിലും ഉണ്ടോ? Yes, Catherine has also suggested unknown to known. Sini has told me it is an unknown case. Okay. ഓക്കെ, നമുക്കിപ്പോൾ ഏകദേശം കുറച്ച് സജഷൻസ് വന്നു കഴിഞ്ഞു, ഡിഫറെൻറ്റ് സജഷൻസ് വന്നു കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി ഇവിടുന്ന് ഒരു ഐഡിയ ഉണ്ട് അല്ലേ? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺഫേം കീവേഡ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. ആൻഡ് കൺഫേം കീവേഡ് നമുക്ക് രണ്ട് കോണ്ടെക്സ്റ്റിലാണ് യൂഷ്വലി വരിക. കൺഫേം റീസൺ ഫോർ പേഷ്യൻ്റ് വിസിറ്റ് ആൻഡ് ഓൾസോ കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ്. ഓക്കെ, അതായത് നേഴ്സിൻ്റെ വിസിറ്റ്. Whenever it is a confirmed reason for nurse's visit, നഴ്സിൻ്റെ വിസിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്ത് കേസായിരിക്കും? ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി എ നോൺ കേസ്. മനസ്സിലായോ? നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു, റീസൺ പറയുന്നു. ദാറ്റ് മീൻസ് യുവർ പർപ്പസ് ഓഫ് വിസിറ്റ്. നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് പറയുമ്പോൾ അതെന്ത് കേസായിരിക്കും? That will be a known case. And here it is mentioned that confirmed reason for patient's visit. See, അവിടെ നമുക്ക് ഈസിലി ഈ ഒരു കേസിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താം. ഇതൊരു അൺനോൺ ടു നോൺ കേസാണ്. സോ വെനെവർ ഇറ്റ് ഇസ് മെൻഷൻഡ് ഇൻ ദ റോൾ പ്ലേ കാർഡ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടാസ്ക് ഗീവ്സ് എൻ ഐഡിയ ദാറ്റ് കൺഫേം റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് കേസായിരിക്കും? ദാറ്റ് ഈസ് എൻ അൺനോൺ ടു നോൺ കേസ്. അതൊന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സിനി അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൺഫേം ടാസ്ക് രണ്ട് കോണ്ടെക്സ്റ്റിൽ വരും. ഓക്കെ, കൺഫേം റീസൺ ഫോർ നഴ്സസ് വിസിറ്റ് ആൻഡ് കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ്. പേഷ്യൻ്റ് വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അൺനോൺ ടു നോൺ ആണ്. പേഷ്യൻ്റ് വന്ന കാര്യം നമ്മൾ കൺഫേം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? പേഷ്യൻ്റ് എന്തിനാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ കൺഫേം ചെയ്തിട്ട് നമ്മൾ കോൺവെർസേഷൻ കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു അൺനോൺ ടു നോൺ ആയത്. കൺഫേം ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്നു. ആൻഡ് വെനെവർ ഇറ്റ് ഇസ് മെൻഷൻ ദാറ്റ് ദ കേസ്, ദ പർട്ടിക്കുലർ കേസസ്, ദ ഫസ്റ്റ് ടാസ്ക് ഇറ്റ് ഇസ് ബീൻ മെൻഷൻ ദാറ്റ് കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ്. ആ യോർ ആരാണ്? അത് നമ്മളാണ് അല്ലേ? നേഴ്സിനെയാണ് പോയിന്റ് ചെയ്യുന്നത്. സോ കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് ആണെങ്കിൽ അതെന്ത് കേസായിരിക്കും? ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ നോൺ കേസ് ആയിരിക്കും. കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പർപ്പസ് ആണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ സിനി, യെസ്. ജോമോൾ ഹാസ് ഓൾസോ ടോൾഡ് മീ ഇറ്റ് ഇസ് എൻ അൺനോൺ ടു നോൺ കേസ്. മഞ്ജു ഹാസ് ഓൾസോ ടോൾഡ് ഇറ്റ് ഇസ് എൻ അൺനോൺ ടു നോൺ കേസ്. ജെസ ഒരു ക്ലാരിറ്റിയും കൂടി തന്നു, നഴ്സസ് വിസിറ്റ് ആണെങ്കിൽ അത് നോൺ കേസാന്നുള്ള കാര്യം. ഗുഡ്, യെസ്, താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അൺനോൺ ടു നോൺ ആണ്. അത് ക്ലിയർ ആണല്ലോ? യെസ്, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഹായ്, ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ലൈസോ ആർ റൈറ്റിംഗ് HOD is over here. Aishwarya ma'am is here. Yes, good morning. Okay, so just like we mentioned, we have been having a discussion on this particular case. So just like I told you, ഇതിപ്പോൾ pre-operative ward എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാർഡ് സെറ്റിംഗ് കാണുമ്പോൾ usually we have we jump into a conclusion that will be a known case. പിന്നെ അഡ്മിറ്റഡ് എന്ന് മാത്രം കാണുമ്പോൾ നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പാടില്ല. ടു ബി അഡ്മിറ്റഡ് എന്നവിടെ മെൻഷൻഡ് ആണ്, അഡ്മിറ്റ് ആവാൻ പോകുന്നു. മോറോവർ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി തരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് കീവേഡ് ആയിട്ടുള്ള കൺഫേം. ഇതെല്ലാം നമുക്ക് എന്താണ്? ഇൻഡിക്കേഷൻസ് ആണ്. മനസ്സിലായോ? ഈ കേസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ കൺഫേം ചെയ്തു. വാട്ട് ഇസ് ദിസ് കേസ്? ദിസ് കേസ് ഫോൾസ് ഇൻ ടു ദി കാറ്റഗറി ഓഫ് അൺനോൺ ടു നോൺ. അത് നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മുടെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് പോകുന്നത്? ഇൻട്രൊഡക്ഷൻ ഇസ് ഓൾസോ പ്രിറ്റി ക്ലിയർ ടു യു, റൈറ്റ്? സോ അറ്റ് ഫസ്റ്റ് വിൽ ബി ഗ്രീറ്റിംഗ് ദ പേഴ്സൺ, then make the person comfortable, and after that we'll be giving our self introduction. Then you may proceed with the self introduction kanyal. What is the next thing? Then you may just introduce self introduction kanyal you can ask the reason for their visit. So this is the way we'll be leading the task. So I guess you people are familiar with that, right? So at first we'll be greeting, well, good morning, please have your seat. So let me introduce myself. I'm Nurse Varsha, working in this pre-operative ward. May I know the reason behind your visit? അപ്പോൾ അവർ പറയണത് എന്തായിരിക്കും? ദേ ആർ സപ്പോസ് ടു അണ്ടർഗോ എ സർജറി എന്നുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ ദേ ആർ ഷെഡ്യൂൾഡ് ഫോർ എ സർജറി എന്നുള്ള കാര്യമായിരിക്കും അവർ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ അവിടെയാണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. പേഷ്യൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൺഫേം ചെയ്യണം അല്ലേ? സോ യു ക്യാൻ ജസ്റ്റ് സേ, സോ കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം ആൻഡ് ഏജ് ഫോർ മൈ കൺഫർമേഷൻ? Oh well, let me just check your file. Oh yes, I can see that you have an admission here and you're scheduled to have a surgery. Am I right?
എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നു. ക്ലിയർ ആയോ? അപ്പം ഞാൻ പേഷ്യൻ്റ് ഡീറ്റെയിൽസ് കൺഫർമേഷന് വേണ്ടിയിട്ട് ചോദിച്ചു. അതിനുശേഷം ബാക്കി നമുക്ക് ഈ പോയിന്റ് ആണ് പറയേണ്ടത്. യെസ്, I can see that you have an appointment here and you have been scheduled to have a surgery. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അത്രയും വരെ ഓക്കെ അല്ലേ? സോ ഇതെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടല്ലോ. I'll just briefly write it down. The first thing would be we'll be greeting the person, and after the greeting you may ask them to be seated, because since we are going to have a conversation for the 5 minutes, and soon after that you can give your self introduction, and after the self intro you may ask the reason for their visit, and reason ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയാൻ പോകുന്ന റീസൺ നമുക്ക് അറിയാം. സർജറിയുടെ കാര്യമായിരിക്കും മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യൻ്റ് ഇൻഫോ കളക്ട് ചെയ്യുന്നു. ഓക്കെ, കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം ആൻഡ് ഏജ് ഫോർ മൈ കൺഫർമേഷൻ. അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേരും ഏജും ചോദിക്കേണ്ടത്. കുഡ് യു പ്ലീസ് സ്റ്റേറ്റ് യുവർ നെയിം ആൻഡ് ഏജ് ഫോർ മൈ കൺഫർമേഷൻ. Oh well, let me just check your file. Oh yes, I can see that you have an admission here and you're scheduled to have a surgery. Am I right? എന്ന് നമ്മൾ കൺഫേം ചെയ്യാണ്. മനസ്സിലായോ? നമ്മൾ ഉറപ്പിക്കുകയാണ് ഇന്ന ആൾ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കീവേഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു കൺഫേം എന്ന് പറഞ്ഞിട്ടായിരുന്നു. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കീവേഡ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അടുത്ത കീവേഡ് അവിടെ തന്നെ വരുന്നുണ്ട്, ഫൈൻഡ് ഔട്ട്. You might have noticed that, right? Find out if the patient has any concerns. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് കൺസേൺസ് ചോദിക്കുകയാണ്. പേഷ്യൻറ്റിന് കൺസേൺ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ വേർഡ് ഞാൻ കൺസേൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക, വീണ്ടും വീണ്ടും ഈ കൺസേൺ എന്നുള്ള വേർഡിൻ്റെ റെപ്പറ്റീഷൻ വരാതിരിക്കാൻ. ഓക്കെ, സോ കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ കൺസേൺ. വെൽ, അപ്പോൾ ആ പേര് പറഞ്ഞത്, ആ പേരിൽ നിന്ന് അത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ കോൺവെർസേഷനിൽ നമ്മളൊരു പേര് പർട്ടിക്കുലർലി സെലക്ട് ചെയ്യാണ്. ഇമാജിൻ ദാറ്റ് ടുഡേ അവർ പേഷ്യൻസ് നെയിം ഇസ് ആലിസ്. ബിക്കോസ് ത്രൂ ഔട്ട് ദ കോൺവെർസേഷൻ അപ്പോൾ നമ്മൾ ഒന്നിച്ച് ഒരേപോലെ പോകാൻ വേണ്ടിയിട്ട് ആലിസ് എന്ന് നമുക്ക് വിളിക്കാം. വെൽ ആലിസ്, ഡു യു ഹാവ് എനി സ്പെസിഫിക് കൺസേൺസ്? എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് നമുക്ക് പേഷ്യൻറ്റിനോട് ചോദിക്കാം. So the person is asking about the necessity of general anesthesia. അതാണ് പേഷ്യൻ്റ് കൺസേൺ. എന്തിനാണ് അനസ്തേഷ്യ തരുന്നത്? ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമുക്ക് രണ്ട് രീതിയിലായിരിക്കും കൺസേൺസ് വരുന്നത് അല്ലേ. ഇറ്റ് കൻ ഈദർ ബി സംതിങ് വിച്ച് എക്സ്പ്രസ്സസ് ആൻ ആൻസൈറ്റി, or else it can be something which is expressing an eagerness to know something. And in this particular context the patient might be expressing an eagerness to know എന്തിനാണ്, why are you giving me an anesthesia? I don't have an idea എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻ്റ് അതുപോലത്തെ കാര്യം എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ അപ്രിഷിയേറ്റ് ചെയ്യാം. ഓൾവേസ് ഹാവ് ദിസ് തിങ് ഇൻ യുവർ മൈൻഡ്. വെനെവർ ദ പേഷ്യൻ്റ് ഇസ് എക്സ്പ്രസിങ് എൻ ഈഗർനെസ് ടു നോ സംതിങ് ന്യൂ, യു ഹാവ് ടു അപ്രിഷിയേറ്റ് ദം. And on the other hand, when you feel like the patient is too much of anxious, they're expressing their anxiety, just make a note of this thing that എന്ത് ചെയ്യുക, അവരെ ആദ്യമേ ഒരു സിമ്പത്തി ഫ്രേസ് കൊടുക്കുക. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൺസോൾ ചെയ്തതിന് ശേഷം തന്നെ റീഅഷുറൻസും കൂടി കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻ്റ് അപ്രിഷിയേറ്റ് ചെയ്യാം. വെൽ, ഐ റിയലി അപ്രിഷിയേറ്റ് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ആലിസ്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ടാസ്കിലേക്ക് ഇപ്പോൾ നമ്മൾ സിംപ്ലി ലൈക്ക് പാരഫ്രേസിങ് അല്ലെങ്കിൽ ആദ്യം തൊട്ട് റീഫ്രേസിങ് ഒന്നും വരാതെ സിംപ്ലി പറയുന്ന കാര്യമാണ് നമ്മൾ യൂഷ്വലി നോക്കണത് അല്ലേ. സോ ആ രീതിയിൽ തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യാം. സോ യെസ്, ആലിസ്, ഡു യു ഹാവ് എനി കൺസേൺ? യെസ് ജിസ, അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ നെസസിറ്റി ഓഫ് ജനറൽ അനസ്തേഷ്യ. പിന്നെ തന്നിരിക്കുന്ന പോയിന്റ് എന്താണ്, അൺകോൺഷ്യസ് നോ പെയിൻ ഡ്യൂറിങ് ദ പ്രൊസീജിയർ എന്നാണ്. അപ്പോൾ അനസ്തേഷ്യ, അൺകോൺഷ്യസ് നോ പെയിൻ ഡ്യൂറിങ് ദ പ്രൊസീജിയർ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ആക്ച്വലി ദർ ഇസ് നോ കണക്ഷൻ. സോ വാട്ട് ആർ യു സപ്പോസ് ടു ഡു? നമുക്ക് അതിനെ ഒന്ന് പ്രോപ്പർലി കണക്ട് ചെയ്യണം അല്ലേ. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ നെസസിറ്റി ഓഫ് ജനറൽ അനസ്തേഷ്യ. ആരായിരിക്കും അൺകോൺഷ്യസ് ആയിരിക്കുക? പേഷ്യൻ്റ് ആയിരിക്കും. സോ യു വിൽ ബി അൺകോൺഷ്യസ് ഡ്യൂറിങ് ദ പ്രൊസീജിയർ ആൻഡ് യു വോണ്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യു വോണ്ട് ഹാവ് എനി പെയിൻ ഡ്യൂറിങ് ദി പ്രൊസീജിയർ. അൺകോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടാവില്ല. അപ്പോൾ ആ സെൻറ്റൻസ് പ്രോപ്പർ സ്ട്രക്ചർ ഫോമിലല്ല കിടക്കുന്നത്, അത് നമ്മൾ പ്രോപ്പർ സ്ട്രക്ചറിലേക്ക് ആക്കണം. ഓക്കെ, സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ the necessity of general anesthesia. You will be unconscious and you won't experience any pain during the procedure. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ പ്രോപ്പർലി ഒരു ക്ലിയർ കട്ട് എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തു. ദെൻ ഫോളോഡ് ബൈ ദാറ്റ് ഇനി അടുത്ത എന്താണ്? സോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. നിങ്ങൾ നോട്ടീസ് ചെയ്തോ? അപ്പോൾ നമുക്കിവിടെ എന്ത് ചോദിക്കാം, നമ്മളൊരു പുതിയ കാര്യം അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം, am I clear to you? Am I clear to you, Alice?
വെൽ, ഇനി അടുത്ത് നോക്കിക്കേ, ഓൾവേസ് ഡിസൈഡ് വെയർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ദറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ലൈക്ക് ഇപ്പോൾ ഇവിടെ ആസ്ക് എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ നിങ്ങൾ ഡു യു ഹാവ് എനി കൺസേൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോൾ ഇവർക്ക് ഇതിനുള്ള റെസ്പോൺസ് ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ അവർ നേരെ താഴത്തെ ടാസ്കിലേക്ക് ഇനി വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും നോട്ടീസ് ചെയ്യുക വാട്ട് ഇസ് ദ കീ വേർഡ് ഗിവൻ ഇൻ ദ നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റ്. സോ ഇവിടെ നമ്മുടെ നെക്സ്റ്റ് ബുള്ളറ്റ് പോയിന്റിലുള്ള കീവേഡ് എന്താണ്? ആസ്ക്. That means, could you please tell me whether it is an information gathering or providing? എന്ത് കൈൻഡ് ഓഫ് കീവേഡ് ആണ് ആസ്ക് എന്ന് പറയുന്നത്? Can you please tell me? ആസ്ക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗാദറിംഗ് ആണോ അതോ ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആണോ? Do you have an idea about it? Because we have two different type of keywords, right? നമുക്ക് രണ്ട് different type of keywords അല്ലേ വരുന്നത്. It can either be information gathering or and information providing. അപ്പോൾ ഇവിടെ ഏതാണുള്ളത്? Let me explain you the necessity of general anesthesia. During the procedure, you will be unconscious and no pain will occur. Will occur. ഓക്കെ, യെസ്. ആസ്ക് എന്ന് പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് എ കീവേഡ് ആണ് സണ്ണി? അതൊരു ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണോ പ്രൊവൈഡിംഗ് ആണോ? യെസ്, മൈ ഫാമിലി, വാട്ട്സ് യുവർ നെയിം ഐ ഡോണ്ട് നോ, ബട്ട് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണ്. വെരി ഗുഡ്. ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയാണ് നമ്മളല്ലേ? ഇൻഫർമേഷൻ നമ്മൾ ഇങ്ങോട്ട് ഗ്യാദർ ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മൾ യൂഷ്വലി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിന് മുന്നേ പറയും, സോ വാസ് ടു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ്? അല്ലെങ്കിൽ ടു നോ മോർ അബൌട്ട് ദിസ് കേസ്, ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻ? Yes, thank you so much for that. Yeah, definitely. A lot of responses have been here. I got a lot of responses. So Manju has already said gathering, Jasna gathering, Princey information gathering, Sunu has also mentioned information gathering. Yes, Anila and also Mariam, I forgot your name. Yes, ഇൻഫർമേഷൻ ഗ്യാദറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ യൂഷ്വലി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? സോ ആസ് ടു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്, ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ടു നോ മോർ അബൌട്ട് ദിസ് ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കും. തൊട്ട് താഴെയുള്ള കീവേഡും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് താങ്ക് യു എന്ന് പറഞ്ഞങ്ങ് നിർത്തരുത്. നമ്മൾ എന്ത് ചെയ്യും? ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിന് മുന്നേ അത് പറഞ്ഞു. ആൻഡ് ഒബ്വിയസ്ലി നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, താങ്ക് യു ഫോർ ആൻസറിങ് മൈ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, രണ്ടും ആക്ച്വലി ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണ്. മനസ്സിലായോ? ആസ്ക് ആൻഡ് ഫൈൻഡ് ഔട്ട്. അതായത് ആ രണ്ട് ക്വസ്റ്റ്യൻസ്, ആ രണ്ട് ടാസ്ക് നമ്മൾ ഒന്നിച്ച് തന്നെ കവർ ചെയ്യേണ്ടതാണ്. ഒരെണ്ണം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പെട്ടെന്ന് അങ്ങ് താങ്ക് യു പറയാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും കീ വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഈ കീ വേർഡ്? അത് ഞാൻ ഒന്നുകൂടി പറയാണ്. കീ വേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുള്ളറ്റ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേർഡിനെയാണ് നമ്മൾ കീ വേർഡ് എന്ന് പറയുന്നത്. ഇറ്റ് കെൻ ഈദർ ബി ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ഓർ ഇൻഫർമേഷൻ പ്രൊവൈഡിങ്. രണ്ട് സെറ്റ് ഓഫ് കീ വേർഡ്സ് നമുക്കുണ്ട്. ആൻഡ് എപ്പോഴും ഇൻഫർമേഷൻ പ്രൊവൈഡിങ്ങിന് മുന്നേ മാത്രമേ കൺസേൺ ചോദിക്കാവൂ. നിങ്ങൾ ഇതിന് മുന്നേ കൺസേൺ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടാസ്കിൽ താഴേക്ക് പോകും നിങ്ങൾ. മനസ്സിലായോ? ബിഫോർ ഗോയിങ് ഫർദർ, മേ ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻ? ഓക്കെ ജിസ. യെസ് റീന, മേ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ്? ഓക്കെ, പെർമിഷൻ ചോദിക്കണം. യെസ് കാതറിൻ. ആൻഡ് ഓൾസോ ഫോർ ഫർദർ ക്ലാരിറ്റി, I would like to ask some question in order to provide quality care. May I proceed? Very good. Yes, thank you Sunny for that. So നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? For further understanding, can I ask some questions? എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. What is the first question? When was the patient's last meal? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ പ്രോപ്പർലി ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് കൊണ്ടുവരാം. ആസ്കിന് പകരം നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? Can you please tell me എന്ന് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. Can you please tell me when was? അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേഷ്യൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് യു അല്ല യോർ ആണെന്നുള്ള കാര്യം അല്ലേ? അപ്പം നമുക്കിത് സ്ട്രൈക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ എന്താക്കാം? ഇപ്പം നിങ്ങൾ ലൈക്ക് ചിലർക്ക് ഇത് ഈസിലി ഫ്രെയിം ചെയ്യാൻ പറ്റും. ബട്ട് ഞാൻ ഇങ്ങനെ എല്ലാം എഴുതുന്നത് ഇപ്പോൾ ചിലർക്ക് ഡിഫിക്കൽട്ടി ആയിരിക്കും പെട്ടെന്ന് ആ ഒരു സെൻറ്റൻസിനെ നമുക്ക് ഫോമാറ്റിലേക്ക്, ഒരു പ്രോപ്പർ ഫോമാറ്റിലേക്ക് ആക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഐ യൂസ് ടു സ്ട്രൈക്ക് ആൻഡ് റൈറ്റ് എവറിത്തിങ്. ഓക്കെ, അപ്പം കുറച്ചും കൂടി ക്ലാരിറ്റി ആവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. സോ ക്യാൻ യു പ്ലീസ് ടെൽ മീ വെൻ വാസ് യോർ ലാസ്റ്റ് മീൽ? അപ്പോൾ ആ സെൻറ്റൻസ് വിത്തൗട്ട് എനി മിസ്റ്റേക്ക് പ്രോപ്പർ ആയത് കണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അവിടെ നിങ്ങൾക്ക് അതിനെ സ്ട്രൈക്ക് ചെയ്ത് യു എന്ന് വിളിക്കാം. അതേസമയം ദ പേഷ്യൻസ് എന്നാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് യോർ ആണ്. മനസ്സിലായോ? അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ പേഷ്യൻസ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ, പേഷ്യൻസ് എന്നാണ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ യോർ എന്നാക്കണം. സോ അതുകൊണ്ടാണ് ഇവിടെ യോർ വന്നത്. ക്യാൻ യു പ്ലീസ് ടെൽ മീ വെൻ വാസ് യോർ ലാസ്റ്റ് മീൽ? തൊട്ട് താഴെ നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവുക. അപ്പോൾ ഓൾറെഡി നമ്മൾ പെർമിഷൻ സീക്ക് ചെയ്തു. വീണ്ടും സീക്കേണ്ട ആവശ്യമുണ്ടോ? ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. സോ ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് യുവർ സിറ്റുവേഷൻ? Oh well, thank you for your willingness. Can you please tell me when was your last meal?
Okay, do you have any allergies? Okay, അപ്പോൾ ഡെഞ്ചേഴ്സ് വെയർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത് അല്ലേ. ഡു യു യൂസ് ഡെഞ്ചേഴ്സ് ഓർ ആർ യു വെയറിങ് ഡെഞ്ചേഴ്സ്? Okay, so can I ask you or could you please tell me about your exercise? Do you exercise regularly? Okay, actually exercise and difficulty climbing stairs and breathing അത് രണ്ടും കൂടി സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ തന്നെ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്ക് മേ ബി അതിന് റീസൺ കാണും. ആക്ച്വലി അത് തന്നെയായിരിക്കും. ഇപ്പം നമ്മുടെ ഈ പേഷ്യൻ്റെ കേസിൽ പേഷ്യൻ്റ് എക്സസൈസ് ചെയ്യുന്ന ആളല്ല. കാരണം പേഷ്യൻറ്റിന് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ട്. അത് കാരണം പേഷ്യൻ്റ് എന്ത് ചെയ്യാറില്ല, എക്സസൈസ് ചെയ്യാറില്ല. അതാണ് നമ്മൾ ഇവിടെയും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മൾ എന്തു പറയുന്നു, വെൽ നമ്മൾ ആദ്യം ചോദിച്ചു അബൌട്ട് യുവർ മീൽ, ദെൻ എനി അലർജീസ്, എനി നോൺ അലർജീസ്. ഓക്കെ, ഡു യു യൂസ് ഡെഞ്ചേഴ്സ്? വെൽ ആലിസ്, ഡു യു ഡു എനി എക്സസൈസസ് or do you have a habit of doing any exercises? Well, nurse, I don't do any exercise because I have a difficulty breathing. I feel very difficulty breathing, so I don't do any exercise. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിഫിക്കൽട്ടി ക്ലൈംബിങ് സ്റ്റെയർസ് അത് ഓൾറെഡി നമുക്ക് മെൻഷൻഡ് ആയി അല്ലേ. അപ്പോൾ നമ്മളത് വീണ്ടും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സോ ഐ ഗെസ് യു ഹാവ് ഡിഫിക്കൽട്ടി ക്ലൈംബിങ് സ്റ്റെയർസ് എന്ന് നമുക്ക് ചോദിക്കാം. ലൈക്ക് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. നമ്മൾ എപ്പോഴും ഓപ്പൺ എൻഡഡ് ആൻഡ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിനെ പറ്റിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ? നമുക്ക് എന്ത് കൈൻഡ് ഓഫ് ആൻസേഴ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. അതേസമയം ക്ലോസ് എൻഡഡ് എന്തായിരിക്കും? യെസ് ഓർ നോ വരുന്നതായിരിക്കും ക്ലോസ് എൻഡഡ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, സോ ഐ ഗെസ് യു ആർ ഹാവിങ് ഡിഫിക്കൽട്ടി ക്ലൈംബിങ് സ്റ്റെയർസ്. അവിടെ ഓൾറെഡി നമുക്കറിയാം അത് നോ ആണെന്നുള്ള കാര്യം അല്ലേ സോറി യെസ് ആണെന്നുള്ള കാര്യം. കാരണം അവർക്ക് ഡിഫിക്കൽട്ടി എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കും അത് പ്രോപ്പർലി ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സോ അവിടെ എന്താണ് നെഗറ്റീവ് ആവുന്നതിന് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് ഇൻ ദ പ്രോപ്പർ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം വീണ്ടും നമ്മൾ എടുത്ത് പറയുമ്പോൾ അത് പുതിയതായിട്ട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഈ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മച്ച് മോർ ബെറ്റർ. ഓക്കെ, ഡു യു ഹാവ് എനി അലർജീസ്? ഡു യു പെർഫോം എനി എക്സസൈസ്? ആർ യു ആലിസ് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാം. ആർ യു ഡൂയിങ് എനി എക്സസൈസസ്? ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? സ്മോക്കിംഗ്. ഡയറക്ട്ലി സ്മോക്കിംഗ് ചോദിക്കരുത്. മേ ഐ നോ അബൌട്ട് യുവർ സോഷ്യൽ ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്? Okay, is there any problem with opening or bending your neck? Oh well, thank you for answering all those questions, Alice. എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിന് മുന്നേ ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം വേറെ ഹിസ്റ്ററി ഇല്ലല്ലോ. അപ്പോൾ ആൻസർ ദ പേഷ്യൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഹിസ്റ്ററി ഇല്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻറ്റിനെ അക്നോളജ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളോട് ആൻസർ ചെയ്തതിന് അവരോട് എന്ത് പറയാം? താങ്ക് യു പറയാം. മനസ്സിലായോ? ഇവിടെ ഫോർ ഫർദർ അണ്ടർസ്റ്റാൻഡിങ് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം അടുത്തത് എന്ത് പറയണമെന്നുള്ളതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. മനസ്സിലായോ? സോ ഫോർ ഫർദർ അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു യു, ആലിസ്? വെൽ, ക്യാൻ യു പ്ലീസ് ടെൽ മീ വെൻ വാസ് യുവർ ലാസ്റ്റ് മീൽ? Okay, may I know, do you have any allergies? Are you wearing dentures? Do you exercise regularly? Okay, so I guess you have difficulty climbing stairs, right? Oh yes. May I know about your social habits? Do you smoke? Well, is there any problems with opening your mouth or bending your neck? Oh yes, thank you for answering all these questions, Alice. എന്ന് നമ്മൾ പറഞ്ഞവിടെ നിർത്താണ്. സോ അടുത്ത പോയിന്റിലേക്ക് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയല്ലോ നമ്മൾ ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഫോർ യുവർ വാലിഡ് ഇൻഫർമേഷൻസ്. യെസ്, സോ അടുത്ത പോയിന്റ് നോക്കിക്കേ. ആൻസർ ദ പേഷ്യൻസ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ദ പേഷ്യൻസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും എന്താണ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ അല്ലേ. അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ അവിടെ കൺസേൺ എന്നുള്ളൊരു പോയിന്റ് റേസ് ചെയ്യാതിരിക്കുക. കാരണം ഓൾറെഡി നമ്മൾ കൺസേൺ എന്ന വേർഡ് യൂസ് ചെയ്തു. വെൽ ആലിസ്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്ന് ചോദിക്കാം. അപ്പോൾ ആലിസിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ആർ യു ആസ്കിങ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ടു മീ? I feel I'm getting worried after hearing all these questions എന്നുള്ളതാണ് ആലിസ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്ന ഒരു കൺസേൺ. ഓക്കെ, എന്തിനാണ് നാസ് എന്നോട് ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? അതിൻ്റെ റെലവൻസ് എന്താണ്? അതാണ് ആലിസ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതെന്താണ് ആക്ച്വലി ആലിസ് ഒരു വറി എക്സ്പ്രസ് ചെയ്യാണ് അല്ലേ, ഒരു ആൻസൈറ്റി വന്നു പെട്ടെന്ന്. ലൈക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? അതിൻ്റെ റെലവൻസ് എന്താണ്? അപ്പോൾ ഒരു ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? Well, I validate your concern. I can understand you getting worried about your situation, but don't worry. I will explain എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ട് പറയാം. I will explain
about the relevance എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് അപ്പോൾ ആൻസർ ഹിസ് ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐ വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ റെലവൻസ് ഓഫ് ദിസ് ഇൻഫർമേഷൻ. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു റിക്വയർ ഇൻട്യൂബേഷൻ വിച്ച് റിക്വയർസ് ഫാസ്റ്റിംഗ് ആൻഡ് ദ റിമൂവൽ ഓഫ് ഡെൻചേഴ്സ്. അതിനുശേഷം നമുക്ക് പേഷ്യൻറ്റിനോട് അവിടെ ചോദിക്കാം, നമ്മൾ ആ പറഞ്ഞ കാര്യം പേഷ്യൻറ്റിന് ക്ലിയർ ആയോ? ആർ യു ഫോളോയിങ് മൈ വേർഡ്സ് ആലിസ്? അപ്പോൾ ആലിസിനോട് അവിടെ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആൻസർ ദ പേഷ്യൻസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവരോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഡു യു ഹാവ് എനി കൺസേൺ? അല്ലെ, ഓൾറെഡി കൺസേൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ട് ഞാനത് മാറ്റി ക്വസ്റ്റ്യൻ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തത്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ആലിസ്? ഓ വെൽ, I validate your question. I can understand you're getting worried about after hearing all these questions, but don't worry, I will help you with this thing. So I will explain about the relevance of this information. So you require intubation, which requires fasting and removal of the dentures. It is very important. Are you following my words, Alice? And നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ സീക്ക് ചെയ്യാം. What is the next point? Ask the patient to remove jewellery, nail polish, makeup or glasses and contact lenses. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോഴത്തേക്കും ആസ്ക് ദ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ കുഡ് യു പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, സോ പേഷ്യൻറ്റിനോട് റിമൂവ് ചെയ്യുന്ന കാര്യം നമ്മൾ അങ്ങോട്ട് പറയാണ്. ഫൈൻഡ് ഔട്ട് എന്നുള്ള രീതിയിലല്ല, അവിടെ റിമൂവ് ചെയ്യുന്ന കാര്യം നമ്മൾ മെൻഷൻ ചെയ്യാണ് കേട്ടോ. So yes, well Alice, I can understand what's going through your mind, but don't worry, but try not to worry. I will explain about the relevance of this information. Very good, Jissa, very good. Yes, so Alice, at this point I would request you to remove the jewellery, nail polish, makeup or glasses and contact lenses if in case you are using it എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, ആസ്ക് ദ പേഷ്യൻസ് ടു റിമൂവ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തന്നെ ക്ലാരിറ്റി കിട്ടി. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പോവല്ല, ഫൈൻഡ് ഔട്ട്, ക്യാൻ യു പ്ലീസ് ടെൽ മീ എന്നല്ല അവിടെ ചോദിക്കേണ്ടത്. മനസ്സിലായോ? ആസ്ക് ദ പേഷ്യൻസ് ടു റിമൂവ് എന്നാണ് തന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പർലി വായിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. Okay, so you are planned to undergo intubation procedure which requires fasting and removal of denture in order to perform the surgery successfully. Very good, Sunny. Yes, so what are we going to say here? So, Alice, I would like to request you to remove your, അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം അല്ലേ. I would like to request, ഓക്കെ, റിക്വസ്റ്റ് യു എന്ത് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പറയുന്നത്, റിക്വസ്റ്റ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി, യു. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു ടു റിമൂവ് യുവർ ജ്വല്ലറി, നെയിൽ പോളിഷ്, മേക്കപ്പ് ഓർ ഗ്ലാസസ് ആൻഡ് കോൺടാക്ട് ലെൻസസ്. സോ അവിടെ നമുക്ക് പേഷ്യൻ്റെ വില്ലിങ്നെസ് അറിയണം. സോ വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ് എന്ന് അവിടെ ചോദിക്കാം. ഓക്കെ, അവിടെ ജസ്റ്റ് പറഞ്ഞങ്ങ് നിർത്തരുത്, അവിടെ എന്ത് ചെയ്യണം, പേഷ്യൻ്റെ വില്ലിങ് ആണോ എന്നറിയണം. സോ will you be able to follow that? Will you be able to follow that എന്ന് ചോദിക്കാം. Able to follow that. അപ്പോൾ പേഷ്യൻ്റ് വില്ലിങ് ആണോ അല്ലയോ എന്ന് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ഇത് മനസ്സിലാകും. When asked, explain the reasons. Can damage skin, eyes if they get moved, can interfere with monitoring of skin coloration. So what do you think? Is the patient willing there? Patient willing ആണെന്ന് ഫീൽ ചെയ്തോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ പേഷ്യൻ്റ് വില്ലിങ് ആണോ? ആക്ച്വലി എന്ത് തോന്നുന്നു? ഇസ് ദ പേഷ്യൻ്റ് വില്ലിങ് ഹിയർ? ആക്ച്വലി ദ പേഷ്യൻ്റ് ഇസ് നോട്ട്. ദാറ്റ് ഇസ് വൈ യു ആർ അഗൈൻ എക്സ്പ്ലെയിനിങ്. വെൻ ആസ്ക്ഡ്, എക്സ്പ്ലെയിൻ ദ റീസൺ. അപ്പോൾ നിങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്, ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു ടു റിമൂവ് യുവർ ജ്വല്ലറി, നെയിൽ പോളിഷ്, makeup or glasses and contact lenses. Will you be able to follow that? No, Nas. Actually, I am not willing. What is the necessity of doing so? എന്തിനാണ് റിമൂവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പോയിന്റ് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. വാട്ട് ഇസ് ദ റിയൽ നെസസിറ്റി ഓഫ് ഡൂയിങ് എന്നുള്ള കാര്യം നമ്മൾ അവിടെ പറയണു. എന്ത് പറയാം? യെസ്, ദ പേഷ്യൻ്റ് ഇസ് നോട്ട് വില്ലിങ്. യെസ്, ഹി ഓർ ഷീ ഇസ് നോട്ട് വില്ലിങ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ പേഷ്യൻ്റ് ചോദിച്ച ആ കൺസേൺ ജസ്റ്റ് അങ്ങ് എക്സ്പ്ലെയിൻ പറഞ്ഞു പോകരുത്. അവർ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യനെ അത് വാലിഡേറ്റ് ചെയ്യണോ, അപ്രിഷ്യേറ്റ് ചെയ്യണോ, അതോ ഒരു സിമ്പത്തി പ്രൊവൈഡ് ചെയ്യണോ എന്ന് പ്രോപ്പർലി ശ്രദ്ധിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? യെസ്, ഐ കെൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് എ റീസണബിൾ കൺസേൺ ഫ്രം യുവർ സൈഡ് ആലിസ്, അല്ലെങ്കിൽ ഐ റിയലി അപ്രിഷ്യേറ്റ് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ആലിസ്. So let me explain the reasons why I asked you to remove these things. Because it can damage the skin or eyes if they get moved, and can interfere with monitoring of
സ്കിൻ കളറേഷൻ. മനസ്സിലായോ? അപ്പോൾ വെൻ ആസ്ഡ് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ റീസൺസ് why I asked you to remove these things. Because it can damage. അപ്പോൾ അതാണ്. So it can damage skin or eyes if they get moved and can interfere with monitoring of skin coloration. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് അവിടെ സീക്ക് ചെയ്യാം. നമ്മൾ ആ പറഞ്ഞ പോയിന്റ് ആലിസിന് ക്ലിയർ ആയോ, സോ ഫാർ ക്ലിയർ ആണോ എന്നുള്ള കാര്യം. ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് ആലിസ് എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അവരോട് ചോദിക്കാം. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് എസ്റ്റാബ്ലിഷിംഗ് ദി കൺസെൻ്റ് ആണ്, കൺസെൻറ്റ് വാങ്ങാൻ പോവുകയാണ്. സോ കുഡ് യു പ്ലീസ് ഗീവ് മീ ദ കൺസെൻറ്റ് ടു പെർഫോം സർജറി അണ്ടർ ജനറൽ അനസ്തേഷ്യ. സി കുഡ് യു പ്ലീസ് ഗീവ് മീ കൺസെൻറ്റ് ഫോർ ദി സർജറി എന്ന് മാത്രം പറയരുത്, കാരണം അവിടെ ബാക്കിയുള്ള ഇൻഫർമേഷനും കൂടി തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടു പെർഫോം ദി സർജറി അണ്ടർ ജനറൽ അനസ്തേഷ്യ. അപ്പോൾ ഇത് മൊത്തം ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് മൊത്തം പറയാം. ഓക്കെ, സോ കുഡ് യു പ്ലീസ് ആലിസ് കുഡ് യു പ്ലീസ് ഗീവ് മീ ദ കൺസെൻറ്റ് ടു പെർഫോം ദി സർജറി അണ്ടർ ജനറൽ അനസ്തേഷ്യ എന്ന് മൊത്തം ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? സോ കുഡ് യു പ്ലീസ് ഗീവ് മീ ദ കൺസെൻറ്റ് ടു പെർഫോം ദി സർജറി അണ്ടർ ജനറൽ അനസ്തേഷ്യ. ഓക്കെ, വെൽ ഐ റിയലി അപ്രിഷ്യേറ്റ് യുവർ വില്ലിങ്നെസ്. ഇപ്പോൾ ഇൻ കേസ് അവർ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ? സോ could you please give me the consent to perform surgery under general anesthesia. willing ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഐ റിയലി അപ്രിഷ്യേറ്റ് യുവർ വില്ലിങ്നെസ്. ഓക്കെ, അപ്പോൾ അതും ഇൻക്ലൂഡ് ചെയ്യുക. എന്തുകൊണ്ടാണ്? സി അതൊരു കോൺവെർസേഷൻ ആണ്. സോ ആ ഒരു കോൺവെർസേഷൻ മോഡിൽ തന്നെ അത് പോകണം. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കവറിങ് അപ്പ് ഓൾ ദ ടാസ്ക് അങ്ങനെ ആവാൻ പാടില്ല. ഐ റിയലി അപ്രിഷ്യേറ്റ് യുവർ വില്ലിങ്നെസ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഇത്രയും വരെ ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സോ ഐ ജസ്റ്റ് മേക്ക് ദി അറേഞ്ച്മെൻറ്റ് ഫോർ ദി. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ സിനാരിയോ ബേസ്ഡ് ആയിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ പ്ലാൻ ചെയ്യേണ്ടത്. ഇവിടെ സർജറിക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻ്റാണ് മീറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? സോ യു കെൻ ജസ്റ്റ് വെയിറ്റ് ഹിയർ ഫോർ സം ടൈം. ഐ വിൽ മേക്ക് ദി നെസസറി അറേഞ്ച്മെൻറ്റ് ഫോർ ദി സർജറി ആൻഡ് ഐ ലെറ്റ് യു നോ അബൌട്ട് ഇറ്റ്. മീൻ വൈൽ, സോ ഫോർ യുവർ clarification I can just brief in what we have discussed. Can I proceed with that? എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. I hope you got an idea regarding what we have been discussing so far. So my main intention was to give you an idea regarding ദിസ് തിങ്. ലൈക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു പോയിന്റ് ഉണ്ട്, ഒരു സെറ്റിംഗ് വെച്ചിട്ട് മാത്രം നമുക്കൊരു കേസ് ഡിസൈഡ് ചെയ്യാം. ദാറ്റ്സ് എ റോങ് കൈൻഡ് ഓഫ് ഇൻറ്റ്യൂഷൻ ഐ മസ്റ്റ് സേ. ഒരിക്കലും നമ്മൾ എന്താണ്, ഒരു സെറ്റിംഗ് വെച്ചിട്ട് മാത്രം ഒരു കേസ് ഒരിക്കലും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിസൈഡ് ചെയ്താൽ തന്നെ അത് മേ ബി നിങ്ങളുടെ കൺഫ്യൂഷനിലേക്കായിരിക്കും ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വാർഡ് സെറ്റിംഗ് തന്നിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ദെൻ ആൻഡ് സിനാരിയോയിൽ അഡ്മിറ്റ് എന്നുള്ളൊരു വേർഡുമുണ്ട്. പക്ഷേ ടു ബി നോട്ടഡ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ടു ബി അഡ്മിറ്റഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടില്ല, ടു ബി അഡ്മിറ്റഡ് ആണ്. മനസ്സിലായോ? അഡ്മിറ്റ് ആവാൻ പോകുന്നു എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആൻഡ് അവിടെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സെറ്റിംഗ്, സിനാരിയോ ആൻഡ് ദ ഫസ്റ്റ് ടാസ്ക്, ഈ 3 കാര്യങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് കൈൻഡ് ഓഫ് കേസാണ് നമ്മൾ എന്ത് ഇൻട്രൊഡക്ഷനാണ് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിംഗ്, സിനാരിയോ ആൻഡ് ഫസ്റ്റ് ടാസ്കിൽ നിന്ന് മനസ്സിലായി കൺഫേം റീസൺ ഫോർ പേഷ്യൻ്റ് വിസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പേഷ്യൻ്റെ ആ ഒരു ഇൻട്രാക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ പോലെ തന്നെ അത് അൺനോൺ ടു നോൺ കേസാണ്, നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടി. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാനിവിടെ ഓവർലി ഒരുപാട് റീഅഷുറൻസ് ഫ്രേസസ് യൂസ് ചെയ്തിട്ടില്ല. അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആയിരിക്കണം നമ്മൾ ഫ്രേസസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ എല്ലാത്തിനകത്ത് നമ്മൾ എന്താണ്, ബീയിങ് ഇൻ യുവർ ഷൂസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, ഐ നോ യു ആർ വറീഡ്, യു ആർ റിയലി ആൻഷ്യസ്, വി ഹാവ് എൻ എക്സ്പേർട്ട് പാനൽ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, അങ്ങനെ പറയണ്ട. സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഡിമാൻഡ് ചെയ്യുന്നത് പോലുള്ള സിറ്റുവേഷണൽ ഫ്രേസസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഓവർലി നമ്മൾ റീഅഷുറൻസ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അവരെന്താണ് ഓവർലി നമ്മൾ എമ്പത്തൈസ് ചെയ്തുകൊണ്ടോ അതുകൊണ്ടൊന്നും ഒരു കേസ് എന്താണ് ഫ്രൂട്ട്ഫുൾ ആവില്ല, ഇമ്പാക്റ്റ്ഫുൾ ആവില്ല. സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യുക. സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഡിമാൻഡ് ചെയ്യുന്നത്, ആ രീതിയിലൊരു കോൺവെർസേഷനാണ് നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആൻസൈറ്റിനേക്കാളും പേഷ്യൻ്റ് എൻക്വയറി കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലൈക്ക് എവിടെയാണോ ഒരു ഈഗർനെസ് എക്സ്പ്രസ് ചെയ്യുന്നത് അവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും, എവിടെയാണ് ആൻസൈറ്റി നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ നമ്മളൊരു സിമ്പത്തി പ്ലസ് റീഅഷുറൻസ് കൊടുക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മോർ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് കൺഫേം റീസൺ ഫോർ പേഷ്യൻ്റ് വിസിറ്റ് എങ്ങനെ പ്രോപ്പർലി പറയണമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ്? സോ ഫയൽ ചെക്ക് ചെയ്തു. ലെറ്റ് മീ ജസ്റ്റ് ചെക്ക് യുവർ ഫയൽ.
Oh yes, I can see that you have an admission here and you're scheduled to have a surgery. Am I right? എന്നിവിടെ കൺഫർമേഷൻ വേണം കേട്ടോ. Am I right എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, കൺഫേം ചെയ്യാം. മനസ്സിലായോ? ആൻഡ് ഫൈനലി അവിടെ തന്നെ ഒരു പുതിയ കീവേഡ് വന്നുകൊണ്ട് ഡു യു ഹാവ് എനി കൺസേൺ ചോദിച്ചു. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തു. ആൻഡ് ആ കൺസേൺ ഡയറക്ട്ലി അങ്ങ് പറഞ്ഞു പോവാണോ? അല്ല, ആ കൺസേൺ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം പ്രോപ്പർലി. എന്ത് കൈൻഡ് ഓഫ് കൺസേൺ ആണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങളുടെ റെസ്പോൺസ് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈഗർനെസ് ആണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യുക. ഐ റിയലി അപ്രിഷിയേറ്റ് യു ആലിസ് ഫോർ ആസ്കിങ് മീ ദിസ് ക്വസ്റ്റ്യൻ. I can understand that you're too much eager to know this thing. Let me explain the necessity of general anesthesia എന്ന് പറഞ്ഞു. പിന്നെ ഫർദർ അടുത്ത ഹിസ്റ്ററിയിലേക്ക് വന്നപ്പോൾ അതും നോട്ടീസ് ചെയ്യുക. ഒരെണ്ണമാണോ ഹിസ്റ്ററി, വേറെ തന്നിട്ടുണ്ടോ? ഇപ്പോൾ നോക്കിക്കേ, വേണമെങ്കിൽ ലാസ്റ്റ് മീൽ എന്നുള്ളത് ആ ഫൈൻഡ് ഔട്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ടു ചെക്ക് വെദർ യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പർലി ആ രണ്ടും ഹിസ്റ്ററി പോയിന്റ് ആണെന്ന് മനസ്സിലാക്കി. ഫോർ ഫർദർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററി ഫുള്ള് കവർ ചെയ്തു. താങ്ക് യു പറഞ്ഞു. ആൻഡ് അടുത്ത ടാസ്കിൽ ആൻസർ ദ പേഷ്യൻ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് മുന്നേ എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡെലിബറേറ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു. കാരണം പേഷ്യൻ്റ് പറയണ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് മീൻസ് ദ ടാസ്ക് ഡിമാൻഡ്സ് എ ക്വസ്റ്റ്യൻ ദെയർ. ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കണം, ഒരു കൺസേൺ പേഷ്യൻ്റ് ഭാഗത്തുനിന്ന് വരണം. അതാണ് ഇൻകോപ്പറേറ്റിംഗ് ദ പേഷ്യൻ്റ് ഇൻ ടു ദ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ 2 ടൈപ്പ് ഓഫ് ക്രൈറ്റീരിയ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ബേസ്ഡ് ആണ് നമുക്ക് അസസ്മെൻറ്റ് പോകുന്നതും. അപ്പോൾ ക്രൈറ്റീരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ വരുന്നതാണ് ഇൻകോപ്പറേറ്റിംഗ് ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കൺസേൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് അവർ പറഞ്ഞ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കൺസേണിനെ വാലിഡേറ്റ് ചെയ്യുന്നു. വെൽ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ഗെറ്റിംഗ് വറീഡ് അബൌട്ട് ദിസ് തിങ്. ട്രൈ നോട്ട് ടു വറി, ഐ ക്യാൻ എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് തിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. ആൻഡ് ഫൈനലി നമ്മളവിടെ ആസ്ക് എന്ന് പറയുന്ന ഇവിടെ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലാണ്. ഞാൻ വീണ്ടും ഒരു പുതിയ സിറ്റുവേഷനും കൂടിയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആസ്ക് ദ പേഷ്യൻറ്റ് ടു റിമൂവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ അഴിക്കാൻ അല്ലെങ്കിൽ ഊരി മാറ്റാൻ പറയുന്നു അല്ലേ. കുഡ് യു പ്ലീസ് ടെൽ മീ ടു റിമൂവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെയും ശ്രദ്ധിക്കുക. ആ ഒരു ആസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലല്ല വന്നിട്ടുള്ളത്. ഇതൊരു ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിലാണ്. അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദെൻ വെൻ ആസ്ക്ഡ്, അപ്പോൾ അവർ വെൻ ആസ്ക്ഡ് എന്ന് അവിടെ വീണ്ടും തന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യണമെന്നാണ്. ഓക്കെ, ഇൻ കേസ് അവർ ഇതിനകത്ത് തന്നെ വിൽ യു ബി ഏബിൾ ടു ഫോളോ ദാറ്റ് നമ്മളൊരു ഹിൻറ്റ് ഇട്ട് കൊടുക്കുവാണ് അവിടെ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ആ റെസ്പോൺസിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ടാസ്കിലേക്ക് വരുന്നു. നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഫൈനലി കൺസെൻറ്റ് വാങ്ങുന്നു. ഓൾവേസ് ലുക്ക് ഫോർ ദ കൺക്ലൂഷൻ. നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ബേസ്ഡ് ഓൺ ദ സിനാരിയോ ആയിരിക്കണം കൺക്ലൂഷൻ വരാൻ വേണ്ടിയിട്ട്. സോ ഓൾവേസ് ചെക്ക് ദിസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ് ഓൾ യുവർ കൺസേൺസ് ഫോർ ദ ഡേ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2-3 കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്ലി എനിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. സോ ദാറ്റ് ഇസ് വൈ ഐ തോട്ട് ഓഫ് ഡിസ്കസിങ് ദിസ് പെർട്ടിക്കുലർ റോൾ പ്ലേ കാർഡ്. അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ റോൾ പ്ലേ കാർഡ് എന്ന ഡിസ്കഷന് വേണ്ടിയിട്ട് എടുത്തത് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വാട്ട് എവർ തിങ്സ് ദറ്റ് ഐ വാണ്ടഡ് ടു കൺവേ ടു യു, ഐ ഹോപ്പ് ഇറ്റ് ഇസ് പ്രിറ്റി മച്ച് ക്ലിയർ to you. If you have any questions once you're going through it once again, please do let me know in my next live session. So I'll be here with you. So thank you for listening to me. Thank you guys. I'm really happy that you people are ഓരോ പോയിന്റിലും നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്കഷൻ എന്നുള്ള ഒരു വേർഡിന് ആക്ച്വലി നിങ്ങൾ ഒരുപാട് ഫ്രൂട്ട്ഫുൾ ആക്കുന്നുണ്ട്. കാരണം ഞാനൊരാൾ ഇവിടെ മാത്രം ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസ്കഷൻ കംപ്ലീറ്റ് ആവത്തില്ല. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ട്രൂലി ആ ഒരു വേർഡിന് നല്ല ജസ്റ്റിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ഫോർ ഓൾ ദിസ് വൈൽ. ആൻഡ് താങ്ക് യു ഗൈസ്. വിൽ ബി മീറ്റിംഗ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. In the meantime, do practice with your speaking part. If you have got any questions, kindly let me know. I'll be here to help you with the same. Thank you for listening to me and wishing you all a good day. Thank you.